ഒരിക്കൽ പഞ്ചാബിലായിരുന്നപ്പോൾ ഒരു രസകരമായ സംഭവം ഉണ്ടായി. പഞ്ചാബ് പോലീസിൻ്റെ ഒരു ട്രെയിനിങ് കോളേജുണ്ട് ജലന്ധറിൽ. ആ ജലന്ധർ വലിയൊരു ക്യാമ്പസാണ്. അവിടെ പോലീസുകാർക്ക് ട്രെയിനിങ് പരിശീലനം എല്ലാം കൊടുക്കുന്ന ആ ക്യാമ്പിൽ വെച്ചാണ് ഒരു ദിവസം രാവിലെ ഒരു 7:30 മണിയോടുകൂടി ഗേറ്റിൽ ഒരു കാറ് വന്ന്, അംബാസഡർ കാറ്, അന്ന് പോലീസുകാരൊക്കെ അംബാസഡർ കാറാണ് ഓഫീസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കാറിൻ്റെ മുന്നിൽ ഒരു സ്റ്റാർ പ്ലേറ്റിൽ, അതായത് DIG റാങ്കിൽ, DIG റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറാണ് സ്റ്റാർ പ്ലേറ്റിൽ വെക്കാറുള്ളത്. പിന്നെ ട്രയാങ്കിളിലുള്ള ഒരു ഫ്ലാഗുമാണ് DIGക്ക് അനുവദിച്ചിട്ടുള്ള, DIG റാങ്കിന് അനുവദിച്ചിട്ടുള്ള ചിഹ്നം. ഇങ്ങനെ DIG റാങ്കിലുള്ള ഫ്ലാഗും ഒരു സ്റ്റാറും വെച്ച ഒരു കാറ് ഈ പഞ്ചാബ് പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ മുന്നിൽ വന്ന് കാവൽ നിന്ന ചെറുക്കനോട് പറഞ്ഞു, DIG സാറാണ്, അകത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പഞ്ചാബ് പോലീസിൻ്റെ വേഷത്തിലൊരു ഡ്രൈവറാണ് ആ വാഹനം ഓടിക്കുന്നത്. പിന്നിൽ ഒരാൾ ഇരിപ്പുണ്ട്, പഞ്ചാബ് പോലീസിൻ്റെ തന്നെ യൂണിഫോം ഇട്ട് IPS എന്നെഴുതിയിട്ടുണ്ട്. മറ്റേ ഷോൾഡർ ഫ്ലോപ്പിൽ DIGയുടെ റാങ്കും വെച്ചിട്ടുണ്ട്. പഞ്ചാബ് പോലീസിൻ്റെ കോൺസ്റ്റബിൾ നോക്കി, DIGയുടെ റാങ്കാണ്, DIGയുടെ വേഷമുണ്ട്, റാങ്കുണ്ട്, വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും സ്റ്റാർ പ്ലേറ്റ് ഉണ്ട്, ഓരോ സ്റ്റാറുണ്ട്, ഫ്രണ്ടിൽ ഫ്ലാഗുണ്ട് DIGയുടെ റാങ്ക് അനുസരിച്ചുള്ള. ചെറുക്കന് യാതൊരു വിശ്വാസക്കുറവും വന്നില്ല. അവൻ പൊക്കോളാനും അനുവദിച്ചു. ഈ വന്ന കാറിലിരുന്നയാൾ ക്യാമ്പിനുള്ളിൽ പ്രവേശിച്ചു. ക്യാമ്പിൽ ചുറ്റി മൊത്തം ക്യാമ്പിൻ്റെ ഉള്ളിൽ കൂടെ കാറിൽ സഞ്ചരിച്ച് യാത്ര ചെയ്തു. അപ്പോൾ ഈ DIGയുടെ ഫ്ലാഗും കാറും കണ്ടുകൊണ്ട് കാണുന്നവരെല്ലാം സല്യൂട്ടും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ആയുധപ്പുരയുണ്ട്, നമ്മൾക്ക് അതിന് കോട്ടർ ഗാർഡ് എന്നാണ് പറയുന്നത്. ഈ ആയുധപ്പുരയുടെ മുന്നിൽ ചെന്ന് സല്യൂട്ട് മേടിക്കുന്ന ഒരു പതിവുണ്ട് സീനിയർ ഓഫീസേഴ്സ് ക്യാമ്പിൽ വിസിറ്റിന് വന്നാൽ. ഈ കാറിലിരുന്നയാൾ അവിടെ ആയുധപ്പുരയുടെ മുന്നിൽ ചെന്ന് അവിടെ സല്യൂട്ടിംഗ് ബേസിൽ ചെന്ന് സല്യൂട്ട് സ്വീകരിച്ച് അവിടെ നിന്ന കാവൽക്കാരന് കയ്യുമെല്ലാം കൊടുത്ത് തിരിച്ച് ക്യാമ്പിന് പുറത്തിറങ്ങി കുറച്ച് കിലോമീറ്റർ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ് ആ ക്യാമ്പിൻ്റെ ഇൻചാർജ് DIG സാറിനെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ ഇന്ന തീവ്രവാദിയാണ്, ഞാൻ നിൻ്റെ ക്യാമ്പിൽ ഉള്ളിൽ കയറി, ഈ ക്യാമ്പിൽ നിന്ന് മൊത്തം ഞാൻ കണ്ടു കഴിഞ്ഞ് വന്ന്, ക്യാമ്പൊക്കെ നല്ലതാണ്, നിൻ്റെ ക്യാമ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ നിൻ്റെ ക്യാമ്പിൻ്റെ സുരക്ഷ വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരാൾ ഈ ക്യാമ്പിൽ കയറുക എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ വളരെ എളുപ്പത്തിൽ ഈ ക്യാമ്പിൽ കയറി മൊത്തം സന്ദർശനം നടത്തി തിരിച്ചു വന്നു എന്ന് ആ DIGയോട് വിളിച്ചു പറഞ്ഞു. ഈ സമയം തന്നെ ഇദ്ദേഹം ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പോലീസിൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ DIGയെ വിളിച്ച് പറഞ്ഞ്, DIG സാറേ, ഒരു DIG റാങ്കിലുള്ള ഒരു ഓഫീസർ ക്യാമ്പിൽ വന്നിട്ടുണ്ട്, അദ്ദേഹം ക്യാമ്പിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി കാണുവാണ്. ഉടനെ DIG പറഞ്ഞ SI റാങ്കിലുള്ളതാണെന്ന് ഞാൻ തോന്നുന്നു. ആ SIയോട് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യുക, സാറിനെ വിളിച്ച് നമ്മുടെ ഓഫീസേഴ്സ് മിസ്സിലിരുത്ത്, ഞാൻ അങ്ങോട്ട് കാണാൻ വരാമെന്നും പറഞ്ഞ്. ആ സമയത്തേക്ക് നമ്മുടെ വന്ന തീവ്രവാദി കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് പോയിരുന്നു. ഈ ഒരു സംഭവത്തിൽ നിന്ന് സുരക്ഷാ സേനയ്ക്കും പോലീസിനും വലിയൊരു ഗുണപാഠമാണ് ലഭിച്ചത്. പോലീസ് വേഷമിട്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ റാങ്കോ കാറോ വെച്ച് ഏത് തീവ്രവാദിക്കും ഏത് പോലീസ് ക്യാമ്പിലും വളരെ അനായാസം പ്രവേശിക്കാം എന്നുള്ളൊരു പാഠമായിരുന്നു. അതിനുശേഷം കാവൽപ്പരയിലുള്ള, അതായത് ഗേറ്റിലും പ്രവേശന കവാടത്തിലുമുള്ള എല്ലാവർക്കും വളരെ ശക്തമായ താക്കീത് കൊടുത്തു. പിന്നീട് വരും കാലഘട്ടങ്ങളിൽ പോലീസ് റാങ്കോ എത്ര സീനിയർ ഓഫീസറാണെങ്കിലും കുഴപ്പമില്ല, അവരെ നിർത്തി അവരുടെ പ്രോപ്പർ ഐഡൻറ്റിറ്റി കാർഡ് ചെക്ക് ചെയ്ത് സംശയമുണ്ടെങ്കിൽ സീനിയർ ലെവലിലുള്ള ഓഫീസേഴ്സിനെ വരെയും വിളിച്ച് ഇതാരുടെ ആണ് എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം അകത്ത് വിട്ടാൽ മതി എന്നുള്ള ഒരു നിയമം ഇതിന് ശേഷം നമുക്ക് പ്രാബല്യത്തിൽ വരാൻ സാധിച്ചു. അത് വളരെയധികം ഗുണകരവുമായിരുന്നു. അന്ന് പോലീസ് ക്യാമ്പിൽ കയറിയ DIG റാങ്കിൽ വിലസിയ ആ തീവ്രവാദി പിന്നീട് 1.5 വർഷത്തിന് ശേഷം സുരക്ഷാ സേനയുമായിട്ടുള്ള ഒരു ഭീകരമായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയുണ്ടായി. പഞ്ചാബിലെ ഒരു എൻജിനീയറിംഗ് വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ബക്രാനങ്കൽ ഡാം. ബക്ര ഡാം, നങ്കൽ ഡാം, 2 ഡാമാണ്. എനിക്ക് തോന്നുന്നത് ഏഷ്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ ഡാമാണ് ഇത്. 1955 പണി തുടങ്ങി 1963 പണി തീർന്ന ഈ ഡാം
അതിൻ്റെ ആരംഭം തുടങ്ങി വെച്ചത് ഛോട്ടൂരാം എന്ന് പറയുന്ന ഒരു റവന്യൂ മിനിസ്റ്ററായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സാറ് വളരെയധികം ഒത്തിരി ശ്രദ്ധ ചെലുത്തി, അതായത് ഒത്തിരി അതിനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. കാരണം നമ്മുടെ ഭാവിയിലെ കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും ആവശ്യം പൂർത്തീകരിക്കാൻ നമുക്ക് ഈ ഡാം വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അത് മുന്നോട്ട് പോയത്. ശരിക്കും അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു എൻജിനീയറിംഗ് വിസ്മയം തന്നെയാണ്. 14 നിലകളിലാണ് അതിൻ്റെ ഡാം ഉള്ളത്. 14ാമത്തെ താഴത്തെ ഫ്ലോറിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ദിവസം ഏകദേശം 750 മെഗാവാട്ട് വൈദ്യുതി അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ ഡാമിൽ നിന്ന്. ആ ഡാമിൻ്റെ മുന്നിലാണ് ഗോവിന്ദസാഗർ എന്ന് പറയുന്ന വെള്ളത്തിൻ്റെ സംഭരണി. ഒരിക്കൽ അതിൻ്റെ ഡാമിൻ്റെ കപ്പാസിറ്റി വളരെയധികം കൂടിക്കഴിഞ്ഞപ്പം 11 ഷട്ടറുകളിൽ 2 ഷട്ടർ 2 ഇഞ്ച് അരമണിക്കൂർ നേരത്തേക്ക് തുറന്നു വെച്ചതിൻ്റെ ഫലമായിട്ട് പഞ്ചാബിലും ഹരിയാനയിലും വളരെ ഭീകരമായൊരു വെള്ളപ്പൊക്കം, അതായത് ഒത്തിരി കൃഷിനാശം സംഭവിച്ച ഒന്നാമത്തെ മഴക്കാലമായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഡാമിൻ്റെ ഷട്ടർ തുറന്നപ്പം വെള്ളം പുറത്തേക്ക് ഒഴുകി ഒത്തിരി കൃഷിനാശം സംഭവിച്ചു. ആ കൃഷിനാശം സംഭവിച്ചത് ഈ മൽഹോത്ര എന്ന് പറയുന്ന അതിൻ്റെ ആ CEO ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം മേജർ ജനറലിൽ നിന്ന് റിട്ടയർ ആയൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ ഡാമിന് തന്നെ ക്ഷയം സംഭവിക്കാവുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് അരമണിക്കൂർ നേരത്തേക്കിന് 2 ഇഞ്ച് തുറന്നു വെച്ചത്. ആ പഞ്ചാബിലെ കൃഷി നശിപ്പിച്ചതെന്ന് പറഞ്ഞ് തീവ്രവാദികൾ വന്ന് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. ബക്രാനങ്കൽ ഡാമിലെ ആ കൊലപാതകം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആ നന്മ മാത്രം ഉദ്ദേശിച്ച് ചെയ്ത ആ മനുഷ്യനെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ ശരിക്കും സങ്കടകരമായൊരു കാര്യമായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന അവർ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും അവരതിനകത്ത് ഇടപെടുകയും പബ്ലിക്കിൻ്റെ, അതായത് ജനങ്ങളുടെ സപ്പോർട്ട് നേടാൻ വേണ്ടി ഇതുപോലെയുള്ള കൃത്യങ്ങൾ ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കാത്ത ഒരു രീതിയിലേക്ക് അവർ കാലക്രമേണ തീവ്രവാദം പോയിക്കൊണ്ടാണ് ഇരുന്നത്. പഞ്ചാബിൽ ഞങ്ങൾ അമൃത്സർ ഡിസ്ട്രിക്റ്റിലുണ്ടായിരുന്ന സമയത്ത് ജവാന്മാർ ഒരു വീട്ടിന് കാവലുണ്ടായിരുന്നു. ആ കാവലിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിക്ക് 3 മക്കളാണ്. മൂത്തയാൾ ഒരു IPS ഓഫീസറാണ്, SSP റാങ്ക്, സീനിയർ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് റാങ്കിൽ പഞ്ചാബ് പോലീസിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ സബ് ഇൻസ്പെക്ടറാണ്, പഞ്ചാബ് പോലീസിൽ തന്നെ. ഇളയ മകൻ നമ്പർ 1 തീവ്രവാദി. അമ്മച്ചിക്കാണെങ്കിൽ ഇളയ മകനെയാണ് ഏറ്റവും ഇഷ്ടം. മൂത്ത മകൻ IPS ഓഫീസർ ഇടയ്ക്കൊക്കെ പെട്ടെന്ന് വീട്ടിൽ വണ്ടിയായിട്ട് വരും. വീടിൻ്റെ അകത്ത് നോക്കും, പുറത്ത് നോക്കും, കട്ടിലിൻ്റെ അടി നോക്കും, വീടിൻ്റെ മേൽക്കൂരയിൽ നടന്ന് കയറി റൂഫിൻ്റെ മുകളിലൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോകും. SSP ഞങ്ങളോടും പറയും, എൻ്റെ അനിയൻ വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം എനിക്ക് ഫോൺ വിളിക്കണം, അന്നേരം എനിക്ക് അറിവ് തന്നേക്കണം, ഞാൻ അന്നേരം ഓടി വരും, അല്ലെങ്കിൽ ആരെങ്കിലും വിട്ട് ഞാൻ അവനെ പിടിച്ചുകൊണ്ട് പോകുമെന്ന്. രണ്ടാമത്തെ ആൾ അങ്ങനെ വലിയ കുഴപ്പമില്ല, വീട്ടിൽ വരും, മനിയൻ വന്നോ എന്ന് ചോദിക്കും, ഇല്ല ഓക്കെ കുഴപ്പമില്ല. പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ ഇളയ മകനാണ് ഏറ്റവും സ്നേഹം, ഇളയ മകനോട്, തീവ്രവാദിയായ മകനോട്. തീവ്രവാദിയായ മകൻ ഞങ്ങളുടെ അവിടെ കാവലിൽ ചെന്നതിന് ശേഷം നേരെ ഞങ്ങളുടെ അടുത്ത് വരികയില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ അമ്മച്ചി ഇടയ്ക്കൊക്കെ ഒരു വൈകുന്നേരം രാത്രി 8-9 ഒക്കെ ആകുമ്പം പുറത്തോട്ടിറങ്ങും. അന്നേരം നമ്മുടെ കാവലിൽ നിൽക്കുന്ന ജവാൻ ചോദിക്കും, അമ്മച്ചി എവിടെ പോവുകയാണ്? അപ്പോൾ പറയും, കുഞ്ഞെ ഞാൻ ഈ പറമ്പും കണ്ടവും നമ്മുടെ കടുകിൻ്റെ കൃഷിയൊക്കെ ഒന്ന് നോക്കിയിട്ട്. ഈ രാത്രിയിൽ തന്നെ അമ്മച്ചി കൃഷി നോക്കാനാന്ന് ചോദിക്കും. ഇല്ല, നിങ്ങളിവിടെ നിന്നോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് പോകും. മിക്കവാറും അത് നമുക്ക് തോന്നുന്നത് അമ്മ മകനെ കാണാൻ, തീവ്രവാദിയായ മകനെ കാണാൻ പോകുന്നതായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ആ വീട് വിട്ട് പോകാനുള്ള അനുവാദം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ അമ്മച്ചിയുടെ പുറകെ ഒരിക്കലും പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളും പഞ്ചാബിൽ നടന്നിട്ടുണ്ടായിരുന്നു. പഞ്ചാബിലെ തീവ്രവാദത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്ന മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ഒരു കൂട്ടം മനുഷ്യരായിരുന്നു ഇതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. 1984 31 ഒക്ടോബറിന് ഇന്ദിരാ മാഡത്തിനെ, പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാ മാഡത്തിനെ സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. ആ വീരമൃത്യുവിന് ശേഷം ജനുവരി 6,
1989 ഇവർക്ക് കൊലക്കയർ വിധിച്ചു. അങ്ങനെ അവരുടെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. ആ ശിക്ഷ നടപ്പാക്കിയ അന്ന് തൊട്ടേ ഞങ്ങൾ വളരെയധികം മുൻകരുതലെടുത്താണ് മുന്നോട്ട് പോയത്. കാരണം ഇതിന് പ്രതികാരമായിട്ട് ഇവർ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരെ കൊലപാതകം ചെയ്യുമെന്ന്, തീവ്രവാദികൾ ചെയ്യുമെന്നുള്ള പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ ദിവസം തൊട്ട് നമ്മൾ രാത്രിയിന്നില്ല പകലില്ലാതെ ദിവസങ്ങളോളം നമ്മൾ അതായത് ഒരു പ്രത്യേക സമുദായം കൂടുതലായിട്ട് താമസിക്കുന്ന ഇടത്ത് എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും നമ്മൾ എടുത്തുകൊണ്ടാണിരുന്നത്. എന്നുവരെയും ഇത് 6-ാം തീയതി സംഭവിച്ച് 8-ാം തീയതി ഈ പഞ്ചാബ് തീവ്രവാദികൾ 17 പേരെ തൂക്കിക്കൊന്നു. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു അവർക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത 17 പേരെ പിടിച്ച് ഈ പഞ്ചാബിൽ പല സ്ഥലങ്ങളിലായിട്ട്, അതിൽ 2 പേര് ഞങ്ങളുടെ ആ ക്യാമ്പിൻ്റെ നമ്മുടെ ആ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിരുന്നു. ആ 2 പേരെയും മറ്റു 17 പേരുടെ കൂടെ ഈ 2 പേർക്കും ജീവഹാനി സംഭവിച്ചു. ഇവരെ തീവ്രവാദികൾ പിടിച്ചുകൊണ്ട് പോയി കൈ പുറകിൽ കെട്ടി കഴുത്തേ കയറിട്ട് ശരിക്കും ഇന്ദിരാഗാന്ധി മാഡത്തിൻ്റെ കൊലപാതകികളായ സന്ത്വന്ത് സിംഗിനെയും ഖേർ സിംഗിനെയും തൂക്കിക്കൊന്ന പോലെ ഈ ഒരു സമുദായത്തിൽപ്പെട്ട 17 പേരെ യാതൊരുവിധ കരുണയും മനസാക്ഷിയില്ലാതെ അവരെ തൂക്കിലേറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഞാൻ പഞ്ചാബിൽ എൻ്റെ സേവനം അനുഷ്ഠിക്കുന്ന 1987 തൊട്ടാണ്. 87 to 91 വരെയും പഞ്ചാബിൽ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയത്ത് ഈ കാലഘട്ടം ഞാനവിടെ ജോലിയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. വെറും ട്രെയിനിങ്ങിന് ശേഷം അവിടെ ചെന്ന് എനിക്ക് എന്താണ് തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ എന്നും, പിന്നെ എൻ്റെ കമാൻഡൻറ്റിനെ പോലെയുള്ള നല്ലവരായ ഒത്തിരി പേരുടെ ഗൈഡൻസ് അതുപോലെയുള്ള ഡയറക്ഷനും കിട്ടിയതിൽ മുന്നോട്ട് പിന്നീടുള്ള കാലങ്ങളിൽ എനിക്ക് ആ ഒരു സേവനം വളരെയധികം പ്രയോജനപ്പെടുകയുണ്ടായി. പിന്നെ നമ്മൾക്ക് കഴിവിൻ്റെ അനുസരിച്ച് നമുക്ക് ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് നല്ലൊരു പാഠമാണ് പഞ്ചാബിൽ നിന്ന് ലഭിച്ചത്. കാരണം ഒരു മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ വാതിക്കലോ അല്ലെങ്കിൽ ഒരു കടയുടെ വാതിക്കലോ 10-12 ചിലപ്പോൾ അതിന് കൂടുതൽ ആൾക്കാരെ തീവ്രവാദികൾ വന്ന് വെടിവെച്ച് ഇട്ടിട്ട് പോകുന്നു. ചിലപ്പോൾ 20, 25, 30 സംഖ്യകൾ വരെയും കാണും. നമ്മളാണ് ഏറ്റവും ആദ്യം അവിടെ ചെല്ലുന്നത്. പബ്ലിക് ഉടനെ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോഴേ അവിടുത്തെ പൊതുജനങ്ങൾ ആ സ്ഥലത്ത് നിന്ന് എപ്പോഴും ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പേടിച്ചിട്ടാണ്, അവരുടെ കുറ്റമല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് കഴിയുന്നതും വേഗം നമ്മൾ ആ സ്ഥലത്തെത്ത് ആ പരിക്കേറ്റ് കിടക്കുന്നവരെ നമ്മളാൽ കഴിയാവുന്ന ഒരു സഹായം ചെയ്ത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുചെന്ന് വേണ്ടുന്ന സഹായം മരുന്നോ മേടിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ തന്നെ അത് ചെയ്യുമായിരുന്നു. കാരണം അവരുടെ ഉറ്റവരോ ഉടയവരോ ഏതോ ഭാഗങ്ങൾ ഇതറിയാതെ കഴിയാണ്. അവർ വരാൻ ചിലപ്പോൾ മണിക്കൂറുകളോ ചിലപ്പോൾ ദിവസങ്ങളോ എടുത്തെന്നിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജവാന്മാർ രക്തം വരെയും നൽകി അവരെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ എപ്പോഴും മനസ്സിന് സന്തോഷം തരുന്ന അവസരങ്ങളാണ്. സൈനിക ജീവിതം എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൻ്റെ ജീവിതം വെടിവെക്കുക, കൊല്ലുക എന്നതല്ല. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നൊന്ന് എന്നെ പഠിപ്പിച്ചത് പഞ്ചാബിൽ നിന്നാണ്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2002 തൊട്ട് 2005 വരെയും ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ വീട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, സോണിയ മാഡത്തിൻ്റെ വീട്, ഇങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ടായിരുന്നു ഞങ്ങൾ റൊട്ടേഷനിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കൂടുതലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ SPGയിൽ നിന്നുള്ള അവരുടെ ട്രെയിനിങ്, പിന്നെ അവിടുത്തെ സീനിയർ ഓഫീസേഴ്സിൻ്റെ ബ്രീഫിങ്, അങ്ങനെ VIP സെക്യൂരിറ്റിയെക്കുറിച്ച് VVIP സെക്യൂരിറ്റിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവിടുന്ന് പഠിക്കാൻ സാധിച്ചു. അത് ജീവിതത്തിലൊരു വലിയൊരു അനുഭവമായിരുന്നു. കാരണം അവിടുത്തെ പോളിസി എന്ന് പറഞ്ഞാൽ 0 എറർ എന്നാണ് അവർ പറയണത്. അതായത് ഒരിക്കലും ഒരു തെറ്റ് അംഗീകരിക്കാൻ പാടില്ല, 100% പെർഫെക്ഷൻ.
അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അതൊത്തിരി നല്ലൊരു അനുഭവമായിരുന്നു. കൂടുതലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്ന കൊണ്ട് ഞാൻ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പോകുന്ന സമയത്തും ഇവരുടെ ഒരു പ്രത്യേക ഗേറ്റാണ് ഉപയോഗിക്കുന്നത്. ആ ഗേറ്റിൻ്റെ അവിടെയായിരുന്നു എനിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സ്ഥാനം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ എന്നും 2 അടി അകലം അല്ലെങ്കിൽ മാക്സിമം 3 അടി അകലത്തിൽ എന്നും കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമായിരുന്നു. അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 4 ഷിഫ്റ്റായിട്ടാണ് അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ഷിഫ്റ്റ് പോകുമ്പോഴും ആ ഷിഫ്റ്റിൻ്റെ ഒരു ഇൻചാർജായിട്ടാണ് നമ്മളവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രിയുടെ വീട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, സോണിയ മാഡത്തിൻ്റെ വീട്, ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് അതീവ സുരക്ഷാ മേഖലയാണ്. കാരണം അങ്ങോട്ടൊക്കെ സാധാരണ ആർക്കും പ്രവേശിക്കാനുള്ള അനുവാദമില്ല. അത് ഒന്ന് അകത്ത് പ്രവേശിക്കണമെന്ന് ഉണ്ടെങ്കിൽ തന്നെ പല സെക്യൂരിറ്റിയുടെ കടമ്പകൾ കടന്നേ അങ്ങോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ സ്ഥലങ്ങളിൽ ഞാൻ കൂടുതലും ജോലി ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു. അവിടെ ഒരു ഷിഫ്റ്റ് ഇൻചാർജ് എന്ന് പറയുന്ന 4 ഷിഫ്റ്റായിട്ടാണ് അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 6 മണിക്കൂറിൻ്റെ ഷിഫ്റ്റാണ് യഥാർത്ഥത്തിൽ അവിടെ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഞങ്ങളവിടെ ചെന്ന സമയത്ത് അതികഠിനമായ സംഖ്യ കുറവ് സംഭവിച്ചു. അതുകൊണ്ട് ഞങ്ങൾ 6 മണിക്കൂർ എന്നുള്ളത് 2 ഷിഫ്റ്റായി 3 ഷിഫ്റ്റ് വരെയും ഡ്യൂട്ടി ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതിന് മുമ്പ് ഒത്തിരി ഫോർമാലിറ്റീസ് പൂർത്തിയാക്കാനുണ്ട്. നമ്മുടെ ഓരോരുത്തരെ കുറിച്ചുമുള്ള സുരക്ഷാ വിവരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ഇങ്ങനെ എല്ലാവരെക്കുറിച്ചും അന്വേഷിച്ച് IB-കാർ റിപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞേ ഉള്ളൂ നമ്മളെ ആ ഡ്യൂട്ടിയിലേക്ക് അവർ ഉൾപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്നൊരാളെ എടുത്ത് പകരത്തിന് പകരം ആക്കുക എന്നുള്ളത് അവിടെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്യൂട്ടി ആയതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉള്ള ആൾക്കാർ തന്നെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ആ ക്രിട്ടിക്കൽ ഷോർട്ടേജ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 3-1 സ്ട്രെങ്ത് കൊണ്ട് ആ ഒരു 6 മാസത്തോളം ഞങ്ങളവിടെ ഡ്യൂട്ടി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഷിഫ്റ്റ് ഇൻചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണെങ്കിൽ PM സാറ് വരുന്ന ആ എൻട്രി ആകുന്ന പ്രവേശന ഗേറ്റും പുറത്തേക്ക് പോകുന്ന ഒരു ഗേറ്റുമുണ്ട്. സാധാരണ ഗേറ്റിൽ കൂടെയല്ല വരാറുള്ളത്, വേറൊരു സെപ്പറേറ്റ് ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ അവിടെയായിരുന്നു എനിക്ക് ചുമതലയുണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ഒരിക്കലും നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല. എന്തും നമ്മൾ ചെയ്യുന്നത് ഓർഡർ കിട്ടിക്കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഗേറ്റ് തുറക്കുന്നതിന് മുന്നേ നമ്മൾക്ക് സൂചന തരും, PM സാറ് പുറത്തേക്ക് വരാറായിട്ടുണ്ട്, തയ്യാറാക്കുക എന്നുള്ളത്. അങ്ങനെ ആ സൂചന കിട്ടിക്കഴിഞ്ഞ് മാത്രമേ നമ്മൾ ആ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുകയും വരുന്നതിന് ഏകദേശം സമയം അനുസരിച്ച് നമ്മൾ ആ ഗേറ്റും തുറന്ന് ആ ഗേറ്റിന് മുന്നിൽ കുറച്ച് തടസ്സങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. അതായത് പുറത്തുനിന്ന് ഒരിക്കലും ഒരു വണ്ടി നേരിട്ട് വന്ന് അതിൻ്റെ മുകളിൽ കൂടെ കയറി ഗേറ്റ് തകർത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ പ്രവേശിക്കരുത്. അതിനുള്ള ഒരു സുരക്ഷാ മുൻകരുതലായിട്ടാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നത്. ഒരു ദിവസം PM സാറ് താഴെ എന്തോ ആരോ ഗസ്റ്റ് വന്ന് അവരുടെ ഓഫീസിൽ പോയിട്ട് നടന്നു വരുമായിരുന്നു. പുറകെ വണ്ടി ഉണ്ടായിരുന്നു, പക്ഷേ PM സാറ് മൻമോഹൻ സിംഗ് സാറായിരുന്നു. നടന്നു വന്ന് ആ സാധാരണ വണ്ടി ഇടാറുള്ള ഒരു സ്ഥലത്തുണ്ട്, ആ സ്ഥലത്തു നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു നോക്കിയപ്പം പുറത്തേക്ക് പോകാനാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറകെ വരുന്നുണ്ട്. എന്നാൽ എനിക്ക് സെറ്റിൽ കൂടെ ഗേറ്റ് തുറക്കാനോ മുന്നിലുള്ള ആ തടസ്സങ്ങൾ മാറ്റാനോ അനുവാദവും കിട്ടിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഏതായാലും വന്നു വണ്ടിയിൽ കയറുമെന്നുള്ളത് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ വേഗം ആ ഗേറ്റും തുറന്ന് ആ മുന്നിലുള്ള തടസ്സങ്ങൾ നമ്മുടെ ജവാനെ കൊണ്ട് മാറ്റിച്ച് PM സാറ് പോവുകയും ചെയ്തു. അതിനുശേഷം SPGയുടെ AIG സാറ് വിളിച്ചിട്ട് പറഞ്ഞ്, അത് എന്നെ നന്നായിട്ട് അറിയുന്നതായിരുന്നു. കാരണം ഞാൻ ഈ 2-3 ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ എന്നും ഞങ്ങളുമായിട്ട് ഇന്നും കണ്ട് സംസാരിക്കാറുള്ളതാണ്. കുര്യ ഇന്നേതായാലും ചെയ്തത് വളരെ നല്ല കാര്യമായി പോയി, അല്ലെങ്കിൽ PM സാറിൻ്റെ വണ്ടി ഒരുപക്ഷെ 1-2 മിനിറ്റ് താമസം നേരിട്ടേനെ. അതുകൊണ്ട് നമ്മളിനി ഈ സിസ്റ്റം മാറ്റും എന്നും പറഞ്ഞ് അവർ ആ റൂളിൽ ഒരു ചെറിയ വ്യത്യാസവും വരുത്തി ആ ഒരു സംഭവത്തോടു കൂടി. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നു. സുരക്ഷാ
VIP സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അവിടെ ക്യാബിനറ്റ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് മിക്കവാറും കേന്ദ്രമന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ ഇവരെല്ലാവരും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരുവേ. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത്, അവരുടെ എന്തെല്ലാം രീതിയാണ്, വണ്ടി വരുമ്പോൾ ആ വണ്ടിയുടെ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളെ, അവരെ ആരെയൊക്കെ എവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഇതിലെയൊക്കെയാണ് ഗൈഡ് ചെയ്യേണ്ടത്, ഇതിലേക്കാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് പഠിക്കാൻ ലഭിക്കുവാൻ. കൂടാതെ വിദേശ പ്രതിനിധികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള, ഞാൻ അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറി, ഡിഫൻസ് സെക്രട്ടറി, പിന്നെ നമ്മുടെ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ, ഗവർണർമാരെ ഇവരൊക്കെ അവിടെ കാണാൻ വരും. അങ്ങനെ ഓരോരുത്തരും ഒക്കെ വരുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവരോട് ഡീൽ ചെയ്യേണ്ട രീതികളെ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചു. മുന്നോട്ട് ഒത്തിരി പ്രയോജനം ചെയ്യുകയുണ്ടായി അത്. പിന്നെ VIP-കളുടെ അപ്പോയിൻറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഹൈ ഡിഗ്നിറ്ററീസാണ് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രിയെ കാണാനായിട്ട് വരുന്നത് വളരെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്യൂറോക്രാറ്റ്സ്, മുഖ്യമന്ത്രിമാരെ, ഈവൻ ക്യാബിനറ്റ് റാങ്കിലുള്ള സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് പോലും കുറവായിരുന്നു. എല്ലാം അതിന് മുകളിലാണ്. ഒരിക്കൽ ഒരു ദിവസം ഒരു അപ്പോയിൻറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് ബ്യൂറോക്രാറ്റ് 5-ൽ 1 ആണ്. 5-ൽ ഒരാളാണെന്ന്, അത് ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 5-ൽ ഒരാളാണ് ടോപ്പ് 5-ൽ. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻറ്റ്മെൻറ്റ് 11:48 നമുക്ക് എന്നും അറിയാം ഇന്ന് ആരൊക്കെയാണ് അപ്പോയിൻറ്റ്മെൻ്റ് ഉള്ളത് എന്നറിയാം. കാരണം അതനുസരിച്ച് നമുക്ക് സമയം ക്രമീകരിക്കണം, വരുന്നയാളെ റിസീവ് ചെയ്യണം, പിന്നെ വണ്ടിയുടെ പാർക്കിങ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. 11:48 അപ്പോയിൻറ്റ്മെൻ്റാണ്. ഇദ്ദേഹം ഒരു 11:46 എത്തി. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുറിയുടെ പുറത്തുണ്ടായിരുന്നു. ഒരു 47 അദ്ദേഹത്തിന് എവിടുന്നോ എന്തോ അർജൻറ്റായിട്ടുള്ള ഫോൺ കോൾ വന്ന്, ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതിനിടെ ഒരു 10 സെക്കൻഡ് അദ്ദേഹം ലേറ്റായിപ്പോയി. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുറിയിലേക്ക് പെർമിഷൻ ചോദിച്ച് കയറി ചെല്ലുകയും അദ്ദേഹം വളരെ കോപാകുലനായിട്ട് ചോദിച്ചു, ഹൗ യു ഡെയർ 1 minute ലേറ്റ് എന്ന് ചോദിച്ചു. സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിപ്പോയി. കാരണം ഒരു മിനിറ്റിൻ്റെ വില എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ലെസണായിരുന്നത്. ഇവരെല്ലാവരും ചെന്ന് ചോദിക്കുന്നുണ്ട് എന്നാ പറ്റിയെന്ന്. ഇവൻ അതിന് മറുപടി പോലും പറയാൻ സാധിക്കുന്നില്ല. അന്നേരം ഇവൻ്റെ മൂക്കിൽ കൂടെ രക്തവും ഒഴുകുന്നുണ്ട്. ഈ പയ്യൻ ഒരു നിവൃത്തിയില്ല. അവസാനം ഇവൻ പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ ആരെങ്കിലും വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്നുണ്ട്. നമുക്കങ്ങനെ നമ്മുടെ കൂടെയുള്ള ഒരു ജവാനെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? കുറേ ബുദ്ധിമുട്ടായി. കാണുന്നവർക്കും ഭയങ്കര സങ്കടം, ഈ സഹിക്കുന്നവൻ അതിനേക്കാൾ സങ്കടം. ഇങ്ങനെയായി അവസാനവും പറഞ്ഞ്, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ തോക്ക് എനിക്ക് എടുത്തുകൊണ്ടെത്താം, ഞാൻ സ്വയം വെടിവെച്ച് മരിച്ചോളാം എന്ന് പറഞ്ഞു.